Hi everyone, welcome back to Wisdom Academy classes. So നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ക്വാഡ്രിലാറ്ററൽസിലെ എക്സാമ്പിൾ നമ്പർ 6 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മളുടെ ക്വാഡ്രിലാറ്ററൽസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ലേ. ക്വാഡ്രിലാറ്ററൽസിൽ തന്നെ സ്പെഷ്യൽ കേസസ് വരുന്നതാണ് എന്തൊക്കെ? പാരലലോഗ്രാം, റോംബസ്, റെക്റ്റാങ്കിൾ, സ്ക്വയർ, കൈറ്റ്, അങ്ങനത്തെ ഒക്കെ അല്ലേ. അപ്പോൾ ആ ഷേപ്സ് ഒക്കെ എന്താണ് ക്വാഡ്രിലാറ്ററൽസിൻ്റെ ഓരോരോ സ്പെഷ്യൽ കേസസ് ആണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പാരലലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഫസ്റ്റ് ക്ലാസ്സസ് ഒന്നും കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പാരലലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടീസ്? ആർക്കൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുക? ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കി നോക്കൂ. പാരലലോഗ്രത്തിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ഒരു പാരലലോഗ്രത്തിൽ നമ്മളൊരു ഡയഗണൽ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആണ്. അതേമാതിരി തന്നെ പിന്നെ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. നമ്മൾ ഡയഗണൽസ് വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡയഗണൽസ് എന്താണ് ചെയ്യുന്നത്? ബൈസെക്ട് ചെയ്യുന്നു. അതായത് എക്സാക്ട് 1:1 റേഷ്യോയിലാണ് അതെന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യുന്നത്. ബൈസെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് തുല്യമായി ഡിവൈഡ് ചെയ്യുക, അതാണ് ബൈസെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. ആക്ച്വലി ഇത്രയാണ് തിയറംസ് ഉള്ളത്, ബാക്കിയുള്ളതെല്ലാം ഇതിന്റെ കോൺവേഴ്സ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫിഗർ പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പ്രോപ്പർട്ടി നമുക്ക് സാറ്റിസ്ഫൈ ആയി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? ഇത് എ പാരലലോഗ്രാം ആണ് എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പാരലലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. ബിക്കോസ് നമ്മൾ എഴുതുന്ന ഓരോ ജോമെട്രിയുടെ കേസിലും നമ്മൾ ആൾജിബ്രയിലെ ഐഡന്റിറ്റീസ് എഴുതുന്നത് മാതിരി തന്നെയാണ് ജോമെട്രി ചാപ്റ്റേഴ്സിൽ റീസൺ എഴുതുന്നത്. അപ്പോൾ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ആയിരിക്കും നിങ്ങൾ റീസൺ ആയിട്ട് കോട്ട് ചെയ്യേണ്ടി വരിക. സോ പ്രോപ്പർട്ടീസ് എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, പിന്നെ അതേമാതിരി തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് സെക്ഷൻസിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇവിടെ എക്സാമ്പിൾ 6 ആണ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ജോമെട്രി ചാപ്റ്റേഴ്സിൽ നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ്, നിങ്ങൾ ചെയ്യുന്നതിനൊരു ഫോർമാറ്റ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് യു ഷുഡ് ഡ്രോ ദ ഫിഗർ ആദ്യം വരച്ചു വെക്കുക. അതേമാതിരി തന്നെ നെയിമിങ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കി തന്നെ ചെയ്യാം. ഓക്കെ, വൺസ് നമ്മൾ ഫിഗർ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഗിവൺ കണ്ടീഷൻ എന്നുള്ളത് എടുത്ത് എഴുതുക. കൺസ്ട്രക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ എഴുതുക. പ്രൂവ് ചെയ്യാനുള്ളത്, വാട്ട് ടു പ്രൂവ് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾക്ക് ഇത്രയും ഭാഗമൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ കോപ്പി ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണോ തന്നിട്ടുള്ള ആസ് സച്ച് അങ്ങനെ തന്നെ ചെയ്തു വെക്കാം. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ എഴുതുക, അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്രൂഫിലേക്ക് പോവാം. എല്ലാം ഒരു ഹെഡിങ് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഫോർമാറ്റിൽ ചെയ്താൽ തന്നെ നമ്മളുടെ ഒരു പേപ്പറിന്റെ പ്രസന്റേഷൻ തന്നെ നന്നായിരിക്കും. അപ്പോൾ പേപ്പറിന്റെ പ്രസന്റേഷൻ നന്നായിരുന്നാൽ തന്നെ നമ്മളുടെ പേപ്പർ എടുത്ത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു എക്സാമിനറിന് തോന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ പേപ്പർ പ്രസന്റേഷൻ നല്ല വൃത്തിയിൽ ചെയ്യാനായിട്ട് നോക്കുക. അധികം തെറ്റുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് പ്രോപ്പറായിട്ട് വർക്കിംഗ് കോളം വരച്ച് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് മാർക്ക് നന്നായി സ്കോർ ചെയ്യാൻ തന്നെ പറ്റും. ഫസ്റ്റ് നമുക്ക് ഗിവൺ കണ്ടീഷൻസ് നോക്കാം. ABCD ഒരു പാരലലോഗ്രാം ആണ് തന്നിട്ടുണ്ട് കേട്ടോ. സോ ABCD is a parallelogram in which P and Q, Pയും Qയും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പോയിന്റ്സ് എന്താണ്? ABയുടെ CDയുടെ എക്സാക്ട് മിഡ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ P എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ഇറ്റ് ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് AB ആൻഡ് Q is the mid point of CD. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. ആൻഡ് യു ഹാവ് ടു പ്രൂവ് ദാറ്റ് APCQ ഈ ഒരു പോർഷൻ എന്താണെന്ന് പ്രൂവ് ചെയ്യണം. യു ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഇസ് എ പാരലലോഗ്രാം. ഓക്കെ, അപ്പോൾ APCQ ഏത് സൈഡിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്? ABയുടെയും CDയുടെയും ഭാഗമാണ് അല്ലെ. AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB എന്ന് പറഞ്ഞിട്ടുള്ള സൈഡിന്റെ പോർഷൻ, CQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CD എന്ന് പറഞ്ഞിട്ടുള്ള സൈഡിന്റെ പോർഷൻ. അപ്പോൾ ഏത് സൈഡിന്റെ പോർഷൻ ആണോ ഇത് വരുന്നത്, നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, AB is equal to CD since
ABCD is a parallelogram. നമുക്ക് ABCD is a parallelogram ആണെങ്കിൽ ABCD പാരലലോഗ്രത്തിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. സോ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആണ്, അതേമാതിരി തന്നെ എന്താണ്? പാരലൽ ആണ് കേട്ടോ. ആൾസോ AB is parallel to CD. Opposite sides of a parallelogram are parallel. Here opposite sides are equal. Opposite sides of a parallelogram എന്താണ്? ഈക്വലും ആണ്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ, ദാറ്റ് ഈസ് AB ഈക്വൽ ടു CD എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനിൽ ഞാൻ എന്ത് ഇക്വേഷൻ നന്നായിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ടേക്കിംഗ് ഹാഫ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും നമ്മൾ ഹാഫ് എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഹാഫ് എടുക്കാൻ കാരണം? ബിക്കോസ് P ഇസ് ദ എക്സാക്ട് മിഡ് പോയിന്റ് ഓഫ് AB ആൻഡ് Q ഇസ് ദ എക്സാക്ട് മിഡ് പോയിന്റ് ഓഫ് CD. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കൃത്യം ഹാഫ് എടുത്തത് കേട്ടോ. മിഡ് പോയിന്റ് ആണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്, ബാക്കി ഇവിടെ എഴുതുന്നുണ്ട്, ഹാഫ് ഓഫ് AB ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് CD അല്ലേ? ഒരു സൈഡിൽ മാത്രം നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റ് എ ടൈം ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹാഫ് AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? AP എന്ന് എഴുതാം. ഹാഫ് CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതാം? CQ എന്ന് എഴുതാം. സിൻസ് P ആൻഡ് Q ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് AB ആൻഡ് CD. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നുണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീസൺ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകണം? ബ്രാക്കറ്റിൽ എഴുതിയിരിക്കണം. ആ റീസൺ എഴുതുന്നതിന് ഒരു മാർക്ക് ഉണ്ട്. നമ്മൾ റീസൺ എഴുതാണ്ട് വെറുതെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് വെറുതെ എഴുതി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ങിൽ റീസൺ എഴുതാത്തതിന് നമ്മളുടെ മാർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? അതേമാതിരി തന്നെ ഇതേ പാറ്റേണിൽ തന്നെ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ഓൾസോ AP ഈക്വൽ ടു CQ ആണ്. AB is parallel to CD ആണെങ്കിൽ we can write that AP is parallel to CQ since AB is parallel to CD അല്ലേ? ഇത്രയും വലിയൊരു പോർഷൻ ഇതിനോട് പാരലൽ ആണെങ്കിൽ എന്തായാലും ഈ ചെറിയ പോർഷൻ ഇതിനോട് പാരലൽ ആയിരിക്കും അല്ലേ? അപ്പം ഞാൻ സപ്പോസ് പറയാം, so I am taking ABCD and AB is parallel to CD. AB CDനോട് പാരലൽ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും പോർഷൻ എടുക്കുകയാണെങ്കിൽ this AP will be parallel to DQ. കാരണം എന്താണ്? APയും DQയും ആ ഒരു പാരലൽ ലൈൻസിന്റെ ഒരു ചെറിയ പോർഷൻ ആണ് അല്ലേ? അതേമാതിരി തന്നെയാണ് ഇത്രയും വലിയൊരു പോർഷൻ ഈ ഒരു ലൈനിനോട് പാരലൽ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ പോർഷൻ എന്തായാലും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഓക്കെ, therefore AP is parallel to CQ എന്ന് കിട്ടി. Thus we can write that AP CQ is a parallelogram because എന്താണ്? AP is parallel to CQ and AP is equal to CQ അല്ലേ? AP equal to CQ ആണ്, AP parallel to CQ ആണ്. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഇവിടെ എന്താണെന്ന് കിട്ടി? ഈക്വൽ ആണെന്നും കിട്ടി. ഓപ്പോസിറ്റ് സൈഡ്സ് ഇവിടെ എന്താണെന്നും കിട്ടി? പാരലൽ ആണെന്നും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? AP CQ പാരലലോഗ്രാം ആണെന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൂഫ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തന്നിട്ടുള്ള കണ്ടീഷൻസ് ഡയറക്റ്റ് എടുത്ത് എഴുതുന്നു. ജസ്റ്റ് നമ്മളൊരു ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടുള്ളൂ. ബാക്കി എല്ലാം സെയിം രീതിയിൽ, അതായത് ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിട്ടുള്ള അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് DPBQ. DPBQ ഒരു പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഈ ഒരു പ്രൂഫ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ ചെയ്തോളൂ കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്സ് മാത്രം വെരിഫൈ ചെയ്യാൻ മാത്രം നിങ്ങൾ വീഡിയോ ഓൺ ചെയ്താൽ മതി. നിങ്ങൾക്ക് നേരത്തെ പ്രൂഫ് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, DPBQ. ഓക്കെ, DPBQ പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? ഏത് രണ്ട് സൈഡ്സ് ആണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്കൊന്നില്ലെങ്കിൽ BP is parallel to DQ അല്ലെ? BP is equal to DQ എടുക്കാം. അതേമാതിരി തന്നെ BP parallel to DQ എന്നും പ്രൂവ് ചെയ്യാം. അതായത് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്? ABയും CD എന്ന് പറഞ്ഞിട്ടുള്ള സൈഡിൽ നിന്നാണ് കേട്ടോ. സോ AB is equal to CD. Since ABCD is a
പാരലലോഗ്രാം. എ ബി സി ഡി പാരലലോഗ്രാം ആയതുകൊണ്ട് തന്നെ എ ബി ഈക്വൽ ടു സി ഡി എന്ന് എഴുതാം. ടേക്കിംഗ് ഹാഫ്, നമുക്ക് ഫുൾ ലെങ്ത് ആവശ്യമില്ല, ഒരു ഹാഫ് ലെങ്ത് ആവശ്യമുള്ളൂ. ബിക്കോസ് ബി പിയും ഡി ക്യു അല്ലേ. അപ്പൊ ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹാഫ് എ ബി എന്ന് എടുത്താൽ മതി. ആൻഡ് ഹാഫ് സി ഡി എഴുതണം, റീസൺ എഴുതണം, ടേക്കിംഗ് ഹാഫ് ഓൺ ബോത്ത് സൈഡ്സ് എന്ന് എഴുതണം കേട്ടോ. എന്ത് സ്പെസിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റെപ്സ് എഴുതുക. അപ്പൊ ടേക്കിംഗ് ഹാഫ് ഓൺ ബോത്ത് സൈഡ്സ്, ഹാഫ് എ ബി ഈക്വൽ ടു ഹാഫ് സി ഡി. ഹാഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്തർ ഇറ്റ് ക്യാൻ ബി എ പി ഓർ ബി പി. നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്, ബി പി ആണ്. സോ വി ആർ ടേക്കിംഗ് ബി പി. ആൻഡ് ഇവിടെ ഹാഫ് സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡി പി ബി ക്യു എന്ന് പറഞ്ഞിട്ടുള്ള പാരലലോഗ്രത്തിൽ പാർട്ടായിട്ട് വരുന്നത് ഡി ക്യു ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്താണ് എഴുതുന്നത്, ഡി ക്യു എന്നാണ് എഴുതാൻ പോകുന്നത്. സിൻസ് പി ആൻഡ് ക്യു ആർ മിഡ് പോയിന്റ്സ് ഓഫ് എ ബി ആൻഡ് സി ഡി. എ ബിയുടെയും സി ഡിയുടെയും മിഡ് പോയിന്റ്സ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇങ്ങനെ എഴുതിയത് കേട്ടോ. അപ്പൊ ബി പി ഈക്വൽ ടു ഡി ക്യു എന്ന് കിട്ടി. നെക്സ്റ്റ് ഇതേമാതിരി തന്നെ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും, എ ബി ഇസ് പാരലൽ ടു സി ഡി. സിൻസ് എ ബി സി ഡി ഇസ് എ പാരലലോഗ്രാം. എ ബി സി ഡി പാരലലോഗ്രാം ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആണ്, അതേമാതിരി തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തുമാണ്, പാരലലും ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾ ലെങ്ത്തിന്റെ ചെറിയ പോർഷൻ ആയിട്ടുള്ള ബി പി ഇറ്റ് വിൽ ബി പാരലൽ ടു ഡി ക്യു അല്ലേ. അങ്ങനെയാണെങ്കിൽ ബി പി വിൽ ബി പാരലൽ ടു ഡി ക്യു. നിങ്ങൾക്ക് ഇതൊരു ഇക്വേഷൻ 1 ആയിട്ട് എഴുതാം, ഇത് ഇക്വേഷൻ 2 ആയിട്ട് എഴുതുകയാണെങ്കിൽ ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2, ഇക്വേഷൻ 1ൽ നിന്നും 2ൽ നിന്നും നമുക്ക് എന്താ കിട്ടിയത്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും, ഡി പി ബി ക്യു അല്ലെ. ഡി പി ബി ക്യു ഇസ് എ പാരലലോഗ്രാം എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്താണ് ചെയ്തത്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെ നമുക്ക് എന്താണ് കിട്ടിയത്, നമ്മളുടെ ഈ ഡി പി ബി ക്യു ഒരു പാരലലോഗ്രാം ആണെന്ന് കിട്ടി. നെക്സ്റ്റ് കണ്ടീഷൻ ഇതേമാതിരി തന്നെ, തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതേമാതിരി തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. പി എസ് ക്യു ആർ ഒരു പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. ഇതേമാതിരി തന്നെ നമ്മളുടെ ഈക്വൽ കണ്ടീഷൻസ് എടുക്കുക, പാരലൽ കണ്ടീഷൻസ് എടുക്കുക, അതിനുശേഷം നിങ്ങൾ തന്നെ ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കുക. ഈ 2 ക്വസ്റ്റ്യൻസ് ആദ്യം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത് വർക്കൗട്ട് ചെയ്ത് മനസ്സിലായതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, തേർഡ് ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതേമാതിരി തന്നെയാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എസ് പി ഇസ് പാരലൽ ടു ക്യു ആർ എന്ന് എഴുതാം. ബിക്കോസ് ഡി പി ബി ക്യു ഇവിടെ എന്താണ്, ഒരു പാരലലോഗ്രാം ആണ് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് പി ഇസ് ഈക്വൽ ടു ക്യു ആർ എന്ന് എഴുതാം, എസ് പി പാരലൽ ടു ക്യു ആർ എന്ന് എഴുതാം. കണ്ടീഷൻ എത്തിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പ്രൂവ് ചെയ്തത് വെച്ചിട്ടാണ് നമ്മൾ 3ാമത്തെ സബ്ഡിവിഷൻ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസിലേക്ക് പോവാണ് കേട്ടോ. വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറ്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി തന്നെ പഠിക്കുക, അതേമാതിരി തന്നെ പ്രോപ്പർട്ടീസും നന്നായി പഠിക്കുക. എക്സസൈസ് 1 ഫസ്റ്റ് എക്സസൈസ് ആണ് ചെയ്യുന്നത്. The angles of a quadrilateral are in the ratio 3:5:9:13. Find all the angles of the quadrilateral. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ എല്ലാ ആംഗിൾസും കാണാൻ പറയണമെന്നില്ല, ചിലപ്പോൾ ഏതെങ്കിലും 2 ആംഗിൾസ് കണ്ടുപിടിക്കാനോ അങ്ങനെയായിട്ടും സ്പെസിഫൈ ചെയ്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് നന്നായി തന്നെ പഠിക്കുക കേട്ടോ. 3:5:9:13 ആണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 360 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഞാൻ ഇതാണ് എൻ്റെ ക്വാഡ്രിലാറ്ററൽ എന്ന് വിചാരിക്കുക, എ ബി സി ഡി. സോ എ എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആംഗിൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എടുക്കുന്ന റേഷ്യോ 3. അതേമാതിരി തന്നെ 3 + 5 ഇറ്റ് ഈസ് 8, 8 + 9 ഇറ്റ് ഈസ് 17, 17 + 13 ഇറ്റ് ഈസ് 30. അപ്പോൾ ടോട്ടൽ റേഷ്യോ എന്താണ്, 30 ആണ് വരുന്നത്.
ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് ക്വാഡ്രിലാറ്ററൽസിന്റെ 4 ആംഗിൾസിന്റെ സം എത്രയാണ്? 360 ഡിഗ്രി ആണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു? 360 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് ഏത് റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. ആ ഒരു ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടില്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഷ്യോ ഇൻറ്റു എത്രയാണ് ടോട്ടൽ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ ഒരു ഇത് കട്ടായി പോവും. E3യും E3യും കട്ടായി പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 36 ഡിഗ്രി. സിമിലർലി നിങ്ങൾ എന്ത് ചെയ്യുക? ആംഗിൾ ബി കണ്ടുപിടിക്കുക. ഇറ്റ് ഇസ് 5 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 360. കട്ട് ചെയ്ത് കളയാം. 3 12 ഇൻറ്റു 5 ഇറ്റ് ഇസ് 60 ഡിഗ്രി. സോ നമുക്ക് ആംഗിൾ ബി എത്രയാണെന്ന് കിട്ടി? 60 ഡിഗ്രി ആണ് കിട്ടി. സിമിലർലി ആംഗിൾ സി എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഇറ്റ് ഇസ് 9 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 360. വീണ്ടും ഇതേമാതിരി തന്നെ കട്ട് ചെയ്ത് കളയുമ്പോൾ 12 ഇൻറ്റു 9 ഇറ്റ് ഇസ് 108 ഡിഗ്രി. ആൻഡ് ആംഗിൾ ഡിയും നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ഇറ്റ് ഇസ് 13 ബൈ 30 ഇൻറ്റു 360 or it is 13 into 12. 13 into 12 it is 156 ഡിഗ്രി. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് വാല്യൂ മുകളിൽ എഴുതുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഷ്യോന്റെ സമ്മ താഴെ എഴുതുക, ഇൻറ്റു ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ടോട്ടൽ ആംഗിൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടുന്നുണ്ടാവും. ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എല്ലാ ആംഗിൾസും ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഷുഡ് ബി ഗെറ്റിംഗ് ദ വാല്യൂ ആസ് 360 ഡിഗ്രി. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 360 ഡിഗ്രി തന്നെ കിട്ടണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു തേർഡ് ക്വസ്റ്റ്യൻ. Show that if the diagonals of a quadrilateral bisect each other at right angles, then it is a rhombus. അപ്പോൾ diagonals right angles bisect ചെയ്യുകയാണെങ്കിൽ you should prove that it is a rhombus. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫിഗർ വരയ്ക്കുന്നു. ഫിഗർ നമുക്ക് തന്നിട്ടില്ല, ഫിഗർ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. അങ്ങനെ ഫിഗർ തരാത്ത ക്വസ്റ്റ്യൻസ് ആയാൽ പോലും നിങ്ങൾ ജോമെട്രി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൺ ഫിഗറിൽ വരയ്ക്കണം. ബിക്കോസ് നമുക്ക് നെയിം ചെയ്താൽ മാത്രമാണ് ABCD എന്നൊക്കെ എടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന് കറസ്പോണ്ടിങ്ങിൽ നോക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എപ്പോഴും ജോമെട്രി ടൈപ്പ് ചാപ്റ്റേഴ്സ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിമിങ് അത്രയും കാര്യങ്ങൾ ആദ്യം ചെയ്തു വയ്ക്കാം. സോ ABCD ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഞാൻ O ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഓക്കെ, ഗിവൺ കണ്ടീഷൻ എന്താണ്? ഗിവൺ ABCD is a quadrilateral. Also AC and BD bisect at right angles. റൈറ്റ് ആംഗിൾസിലാണ് ബൈസെക്ട് ചെയ്യുന്നത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇത് എല്ലാ സൈഡ്സും ഈക്വൽ ആണ് എന്നാണ് നമ്മൾ ഇവിടെ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആദ്യം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് റോംബസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. കൺസ്ട്രക്ഷൻ ഒന്നുമില്ല. കൺസ്ട്രക്ഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് ടു പ്രൂവ് ABCD ഇസ് എ റോംബസ്. അപ്പോൾ റോംബസിന്റെ പ്രോപ്പർട്ടി എന്താണ്? റോംബസ് ഇസ് എ ക്വാഡ്രിലാറ്ററൽ ഇൻ വിച്ച് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഫോർ ദാറ്റ് we are taking two triangles. രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. പ്രൂഫ്: കൺസിഡർ ട്രയാങ്കിൾ AOD ആൻഡ് ട്രയാങ്കിൾ AOB. ഈ രണ്ട് ട്രയാങ്കിൾസ്, അതായത് ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് എഴുതാൻ പറ്റുക? OAയുടെ പൊസിഷനിൽ OA തന്നെയാണ്. സോ OA കറസ്പോണ്ടിങ് ഉണ്ടോ? OA ഇസ് ഈക്വൽ ടു OA കോമൺ എന്ന് എഴുതാം. നെക്സ്റ്റ് നമുക്ക് എന്താ എഴുതാനായിട്ട് പറ്റുക? AD ഇസ് ഈക്വൽ ടു AB യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണെന്നേ അറിയുള്ളൂ, പാരലലോ അങ്ങനത്തെ ഒന്നും അറിയില്ല. സോ AD ഈക്വൽ ടു AB നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ എന്താ എഴുതാനായിട്ട് പറ്റുക? ആലോചിച്ച് നോക്കൂ. ആംഗിൾ AOD
90 ഡിഗ്രി ആണെന്ന് എഴുതാൻ പറ്റും. അതേമാതിരി തന്നെ ആംഗിൾ എ ഒ ഡി 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ എ ഒ ബി എന്താണ് 180 ഡിഗ്രി ആണ് അല്ലെ. ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ എ ഒ ബി എന്താണ് 180 ഡിഗ്രി ആണ്. ആംഗിൾ സം ലീനിയർ പെയർ ആക്സി ആണ്. ആംഗിൾ എ ഒ ഡി 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ ഒ ബി എന്തായേ പറ്റുള്ളൂ 180 മൈനസ് 90 ഇറ്റ് ഇസ് 90 ഡിഗ്രി. സോ നമുക്ക് ആംഗിൾ എ ഒ ഡിയും ആംഗിൾ എ ഒ ബിയും എന്താണെന്ന് എഴുതാനായിട്ട് പറ്റും. ദേ വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി ഈച്ച് എന്ന് എഴുതാം. സോ അത് ആ ഒരു കണ്ടീഷനും കഴിഞ്ഞു. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താ എഴുതാനായിട്ട് പറ്റുക? ബൈസെക്ട് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഡയഗണൽസ് ബൈസെക്ട്. ഡയഗണൽസ് ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യമായി ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഒ ബിയും ഒ ഡിയും എന്തായിരിക്കും ഈക്വൽ ഇൻ ലെങ്ത് ആയിരിക്കും. സോ ഒ ബി ഈസ് ഈക്വൽ ടു ഒ ഡി എന്ന് എഴുതാനായിട്ട് പറ്റും. ഗിവൺ കണ്ടീഷൻ ആണ് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യമായി ഡിവൈഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ആൻ ഇതൊരു സൈഡ് എടുത്തു, ഇതൊരു ആംഗിൾ എടുത്തു, ഇതൊരു സൈഡ് എടുത്തു. നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും എന്താണെന്ന് എഴുതാനായിട്ട് പറ്റും? കോൺഗ്രുവന്റ് ടു ഈച്ച് അതർ ആണെന്ന് എഴുതാനായിട്ട് പറ്റും ബൈ SAS ക്രൈറ്റീരിയ. SAS ക്രൈറ്റീരിയ വെച്ച് നമുക്ക് ഇത് ഈക്വൽ ആണെന്ന് എഴുതാം. സോറി, ദിസ് ഇസ് AOB. AOB ആണ് കേട്ടോ. AOB. So we can write that AB is equal to AD CPCT condition. CPCT കണ്ടീഷൻ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ AB ഈക്വൽ ടു AD എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇതേമാതിരി തന്നെ നിങ്ങൾക്ക് AOBയും COBയും കൺസിഡർ ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ COB. ഇതിൽ നിന്ന് നമുക്ക് AB ഈക്വൽ ടു CB എന്ന് പ്രൂവ് ചെയ്യാം. ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യുക, CPCT കണ്ടീഷൻസ് എടുക്കുക. സിമിലർലി അപ്പോൾ സിമിലർലി നമുക്ക് ഇവിടെ എന്ത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും? സിമിലർലി വി ക്യാൻ പ്രൂവ് AB ഈക്വൽ ടു CB എന്ന് പ്രൂവ് ചെയ്യാം. CB ഈക്വൽ ടു CD എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതേമാതിരി തന്നെ CD ഈക്വൽ ടു AD എന്നും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ എന്താണെന്ന് എഴുതാൻ പറ്റും? AB ഈക്വൽ ടു BC ഇസ് ഈക്വൽ ടു AD ഇസ് ഈക്വൽ ടു CD എന്ന് എഴുതാനായിട്ട് പറ്റും. ബിക്കോസ് എല്ലാ സൈഡ്സും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്താണ് ഈക്വൽ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് അഡ്ജസന്റ് ട്രയാങ്കിൾസ് എടുക്കുക, കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യുക, CPCT കണ്ടീഷൻസ് ആയിട്ട് സൈഡ് ഈക്വൽ ആണെന്ന് എഴുതാം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ എല്ലാ കണ്ടീഷൻസിന്നും ഫ്രം ഇക്വേഷൻ 1, 2, 3 and 4 ഇക്വേഷൻ 1ൽ നിന്നും 2ൽ നിന്നും 3ൽ നിന്നും 4ൽ നിന്നും നിങ്ങൾക്ക് അറിയാം AB ഈക്വൽ ടു AD, AD ഈക്വൽ ടു CD ആണെങ്കിൽ AB ഈക്വൽ ടു CD എന്ന് എഴുതാൻ പറ്റും അല്ലെ. അങ്ങനെ CD ഈക്വൽ ടു എന്താണ്? BC ആണ്. BC എന്തിനോട് ഈക്വൽ ആണ്? AB നോട് ഈക്വൽ ആണ്. Therefore from equation 1, 2, 3 and 4 we get AB equal to BC is equal to CD is equal to AD. That is ABCD is a rhombus. അപ്പോൾ റോംബസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു പാർട്ടും കൂടെ നിങ്ങൾ വേണമെങ്കിൽ ഇതേമാതിരി തന്നെ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതായത് വീണ്ടും രണ്ട് അഡ്ജസന്റ് ട്രയാങ്കിൾസ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്നുള്ളത് CPCT കണ്ടീഷൻ വെച്ച് ചെയ്തിട്ട് ബാക്കിയുള്ളത് വേണമെങ്കിൽ സിമിലർലി എന്ന് പറഞ്ഞ് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഒരെണ്ണേ ഞാൻ ഇപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നോക്കുക. ഈ രണ്ട് ട്രയാങ്കിൾസ് എടുക്കുക, കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യുക, CPCT കണ്ടീഷൻ ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.